നമ്മളെ വേണ്ടപ്പെട്ടവരാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സുഹൃത്ത് വലയങ്ങളിൽ ആദ്യം ഉണ്ടായി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യണതിൻ്റെ മുമ്പ് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാവും. ഒരു കജിൻകാലം കഴിച്ചില് എന്താവുമെന്ന് അറിയില്ല. ഒരു ഒരു ഇറിറ്റേഷൻ. രാഷ്ട്രീയ നേതാക്കന്മാരെ ഇട്ട് സംസാരിക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ ഒരു വേദിക്കേണ്ടി വരുമ്പോൾ തന്നെ ഒരു ഓറുണ്ട്. ഉസ്താദുമായിട്ട് സംസാരിക്കുമ്പോൾ വേറെ ലെവലിലേക്കാരോ. പക്ഷെ അവർ വാപ്പ ചെറുപ്പത്തിൽ ജീവിച്ച കാലഘട്ടത്തിലല്ല ജീവിക്കണത്. അപ്പോൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂ ജനറേഷൻ കാലത്ത് പ്രത്യേകിച്ച് ഈ പുതിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. അവിടെ പഠനകാലം മുതൽ അവർക്കൊരു ജോബായി സെറ്റിലാവുന്ന ടൈമിൽ എല്ലാ കാലത്തും അവർ പല ഡിപ്രഷനിലേക്കും ഒറ്റയടിക്ക് പോവുകയാണ്. അപ്പോൾ അത് അവർക്ക് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളുകളില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ കാലത്ത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് പറഞ്ഞു കൊടുക്കാനും, പിന്നെ പറഞ്ഞു കൊടുക്കുന്നവർക്കും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ അടിച്ചമർത്തി അവരെ വോയിസിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവരെ സംസാരത്തെ കേൾക്കാതെ ഇവർ പറഞ്ഞത് മാത്രം നമ്മൾ കേൾക്കണം എന്നുള്ള രീതിക്കാണ് ആളുകൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ആ വിഷയത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട പാർട്ണറും ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള നവാസ് ഖാൻ. അപ്പോൾ നവാസ് ഖാനൊക്കെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്തണം. നവാസ് ഖാനെ പരിചയപ്പെടുത്തുമ്പോൾ മൂപ്പരെ ക്വാളിഫിക്കേഷനോ അതല്ല മൂപ്പരെ അച്ചീവ്മെൻറ്റോ വെച്ചിട്ട് മാത്രം പരിചയപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മൂപ്പരെ പറ്റി പറയുമ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ മൈൻഡ് സെറ്റിൽ ഭയങ്കരമായിട്ടൊരു മാറ്റം ഉണ്ടാക്കിയ ഒരാളാണ്. അത് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, മൂപ്പര് ചിന്തിക്കുന്ന കാര്യങ്ങളായാലും സംസാരിക്കുന്ന കാര്യങ്ങളായാലും അതൊരു വ്യത്യസ്തമായ രീതിയിൽ കാഴ്ചപ്പാട് എന്നൊക്കെ പറയുന്നത്. അതിൽ പലതും എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് തല്ലുകൂടലുണ്ട്. പക്ഷേ അതിനൊക്കെ ഉപരി ഞങ്ങൾ യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊരു വലിയൊരു കാഴ്ചപ്പാടാണ്. ഒരു തുറന്ന മനസ്സോടെ എല്ലാവരും കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു യങ് ഓൺട്രപ്രണറൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളിപ്പോൾ കൊച്ചിയിലാണ് സെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നവാസ് NSK. താങ്ക് യു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഈ ന്യൂ ജനറേഷൻ കാലത്തെ വിദ്യാർത്ഥികൾക്കുള്ള ഡിപ്രഷൻ, അതേപോലെ തന്നെ അവരിൽ വിശ്വാസമില്ലാത്തൊരു അവസ്ഥ, അവരെ ഒരു ജോബ് ചെയ്യണമെങ്കിൽ അതിലൊരു കോൺഫിഡൻ്റ് ഇല്ല ഒരു വിഷയത്തിലും, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആത്മഹത്യ, ഇനി അതല്ലെങ്കിൽ നരമൂർച്ച, അങ്ങനത്തെ വിഷയങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇങ്ങനെ ഒരു ലെവലിലേക്ക് ആവാനുള്ളൊരു കാരണം? എല്ലാ വിദ്യാർത്ഥികളും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു വിധം ഒരു 50% നമുക്ക് പറയാം. 50% എന്ന് പറഞ്ഞാൽ വലിയൊരു കണക്കാണ്. അവർ ഈ ഒരു ലെവലിലേക്ക് പോകാനുള്ള ഒരു കാരണം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഡിപ്രഷന് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ചെക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം. അതിലേക്ക് വരുന്നതിന് മുമ്പ് സംസാരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മളെ സൊസൈറ്റിയാണ്. റൈറ്റ്. ഈ സൊസൈറ്റി കൊടുക്കുന്ന ഒരു സാധനത്തിൽ നിന്നാണ് ഈ കുട്ടികൾ വളർന്നു വരുന്നത്. ഇപ്പോൾ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെ ചുറ്റുപാടിൽ ജീവിക്കുന്ന, ഇപ്പോൾ ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഈ കാലഘട്ടത്തിലുള്ള 2K പിള്ളേർ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ആളുകളെ ഇപ്പോൾ റെസ്പെക്റ്റ് ഇല്ല, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച ആൾക്കാരാണ്, പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും. ഇതാണ് നോർമലി കണ്ടുവരുന്നത്. ഇതിലുള്ള വിഷയം എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരാളെ കാണുമ്പോൾ നമ്മളെ വയസ്സിന് മൂത്തവനാണെന്നുണ്ടെങ്കിലും അവരെ എനിക്ക് റെസ്പെക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എണീറ്റ് നിൽക്കുമായിരുന്നു. അത് ആക്ച്വലി റെസ്പെക്റ്റ് അല്ല, അതൊരു തരം പേടിയോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ അത് നമ്മൾ വാപ്പാരും നമ്മളെ മുമ്പുള്ള തലമുറയിലുള്ള ആളുകളും നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു രീതി നമ്മൾ ഫോളോ ചെയ്തു എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവർ ലോകം കണ്ട ആൾക്കാരാണ്, മനസ്സിലാണ്ട. അവർ എന്താ പറയുക, വീട്ടിലിരുന്ന് ചിലപ്പോൾ ഒരു റൂമിൽ മാത്രം ഇരിക്കുന്ന ആൾക്കാരാവും, പക്ഷേ അവർക്ക് ലോകത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും കണക്ട് ചെയ്യാനും അവരെ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നൊരു വലിയ സാഹചര്യം അവിടെ ഉണ്ട്.
അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം അവരോട് എന്ത് ചെയ്യാൻ, പെരുമാറാൻ. ഇപ്പോൾ ഈ റെസ്പെക്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പഴയ കാലത്ത് ഞങ്ങൾ എണീറ്റ് നിന്ന പോലെ ഇപ്പോഴത്തെ കുട്ടികൾ എണീറ്റ് നിൽക്കണം എന്നൊക്കില്ല. ആ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഈ സാധനം കൊടുക്കുമ്പോഴേ അവർ ആ സാധനം തിരിച്ചു തരുള്ളൂ. അത് റിയലൈസ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ആ സ്നേഹത്തിൽ അവരോട് സംസാരിക്കുക, അവരെ അവരുടേതായിട്ടുള്ള മെൻറ്റാലിറ്റിയിൽ ആക്സെപ്റ്റ് ചെയ്യുക. ആ രീതിയിലാണ് അവരോട് നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ ആ രീതിയിൽ തന്നെ നമ്മളോട് എന്ത് ചെയ്യും, തിരിച്ചും പെരുമാറും. ഇപ്പോൾ 2Kയിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ ഫ്രണ്ട്സുകളുണ്ട്. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ നോ പ്രോബ്ലം. മനസ്സിലാണ്ടോ? പിന്നെ ഇനി കുട്ടികളെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് നോർമലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഡിപ്രഷൻ. മനസ്സിലാണ്ട? ഡിപ്രഷൻ ഒരു മെൻ്റൽ നമുക്ക് ഉണ്ടാവുന്നൊരു എന്താ പറയുക, ഒരു സ്റ്റേജാണ്, ചെറിയൊരു സ്റ്റേജാണ്. ആ സ്റ്റേജിലേക്ക് പോകാനുള്ള കാരണം ചിന്താഗതിയാണ്. അപ്പോൾ നമ്മളെന്താണ് കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മളെന്താണ് ചിന്തിക്കുന്നത്, ഇതാണ് ആ ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുക. അപ്പോൾ ഈവൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഈ പ്രണയം എന്നുള്ള സാധനം നമ്മളീ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡിപ്രഷനിലേക്ക് പോയ ആൾക്കാരെക്കാൾ കൂടുതൽ അതിജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. കാരണം അതിനെ എന്താ പറയുക, കുറച്ചും കൂടിയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും അത് കഴിഞ്ഞാലും ലൈഫുണ്ട്, അല്ലെങ്കിൽ ഇതല്ല ലൈഫ്, അതിൻ്റെ അപ്പുറത്തേക്കും ലൈഫുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിലൊരു ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്ത് കയറാൻ പറ്റും. അപ്പോൾ അതാണിത് നോർമലി ഉണ്ടാകുന്ന രീതി. ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവന് ഓവർ തിങ്കിങ് ഉണ്ടാവും. ഇപ്പോൾ ഒരു വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിക്കണ കാര്യം എടുക്കാം. ഇപ്പോൾ പഠനം 10ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്ത്, അല്ലേ? അപ്പോൾ ഈ തോൽവി എന്ന് പറഞ്ഞത് എന്തോ വലിയ അപരാധമാണ് എന്നുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അവരിലേക്ക് അറിഞ്ഞോ അറിയാതെ കയറിയതുകൊണ്ടാണ് ആ സാധനം വരുന്നത്. തോറ്റ് ജയിക്കുന്നവർ തന്നെയാണ് എല്ലാവരും. മനസ്സിലുണ്ട്? അപ്പോൾ ആ രീതിയിൽ അതിനെ കാണാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് ഇതൊന്നും വലിയ പ്രശ്നമല്ല. പലർക്കും ഞാൻ ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ എനിക്ക് മൂഡ് സ്വിങ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഞാനിപ്പോൾ അടുത്ത് ഇതേപോലെ ഒരു എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ട് മൂഡ് സ്വിങ്സിനെ വളരെ എന്താ പറയുക പുച്ഛഭാവത്തോടു കൂടിയാണ്ടൊരു നടി എന്ത് ചെയ്ത് ഒരു ഇൻ്റർവ്യൂവിൽ ചിരിച്ചു തള്ളി. അപ്പോൾ അതിനെതിരെ എനിക്ക് അവരെ പേര് ഓർമ്മ കിട്ടുന്നില്ല. അതിനെതിരെ അവരാ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിനെതിരായിട്ട്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മൂഡ് സ്വിങ്സിനെ പറ്റിയിട്ടും ഡിപ്രഷനെ കുറിച്ചിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വീഡിയോ ചെയ്ത ആൾ സൈക്കോളജിസ്റ്റാണ്, അവൾ പഠിച്ചിട്ടുള്ള ആളാണ്. പഠിച്ചിട്ടുള്ള ഒരാൾ അതല്ല വീഡിയോ ഉണ്ട്. ആ സാധനത്തിൽ നിന്ന് റിക്കവർ ആവാനുള്ള സാധനങ്ങളാണ് സംസാരിക്കേണ്ടത്. നേരത്തെ ചിരിച്ച് പുച്ഛിച്ച് തള്ളിയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം കയറി വരില്ല. കാരണം എന്താ, അവരെ മെൻറ്റാലിറ്റി സ്ട്രോങ് ആണ്. അതെ, അങ്ങനെ മാറി വരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു വിഷയമല്ല നമ്മളെ ജീവിതം. ഒരുപാട് പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ നല്ല സമയം ഉണ്ടാവും, മോശം സമയം ഉണ്ടാവും. ഇതൊക്കെ പാടെ കൂടി ചേർന്നിട്ടുള്ളൊരു സാധനമാണ് നമ്മളെ ജീവിതം എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമുക്ക് രൂപപ്പെട്ട് വരുന്നൊരു മെൻ്റലി എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആവുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവും. ഇതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പ്രശ്നം, ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല ആളുകൾ കിട്ടണില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളും, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പേരൻസിനോട് ഇവർക്ക് ഈ വിഷയങ്ങൾ പറയാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ അവിടുന്ന് ഉണ്ടാവുന്ന പ്രതികരണം വേറെ രീതിക്കാണ് വരുന്നത്. വേറെ രീതിക്ക് എന്ന് പറഞ്ഞത്, ഉദാഹരണത്തിന് ഇപ്പോഴത്തെ കാലത്ത് ഒരു പെൺകുട്ടി പ്രണയം വീട്ടിൽ പറയാണ്, ഒരു ആൺകുട്ടി പറയാണ് എന്നുണ്ടെങ്കിലും അതിനൊരു വേറെ രീതിക്കാണ് കാണുന്നത്. വേറെ രീതിക്ക് പറഞ്ഞാൽ ഇവലിഞ്ഞിപ്പോൾ ഇവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള സാധനമുണ്ട്. മര്യാദക്ക് ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ഒരു സാധനമല്ല കിട്ടുന്നത്, അടിച്ചിട്ട് അങ്ങോട്ട് തമർത്തണേ. ആ ഒരു സാധനത്തിനെ പറ്റി എന്തെങ്കിലും പറയാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ മാറേണ്ടത് ഇപ്പോൾ പേരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ആയിക്കോട്ടെ, അവരെ ലൈഫ് എക്സ്പീരിയൻസ് എന്തായാലും ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇല്ലല്ലോ. അതുള്ള ആളുകൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ചെറിയ കുട്ടികളോടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സംസാരിക്കാൻ പഠിക്കണം. ഇപ്പോൾ നോർമലി ഇപ്പോൾ നിങ്ങളൊക്കെ ചെറുപ്പത്തിലുണ്ടാവും. ഇപ്പം എന്താ പറയുക, ഇത് കേൾക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരും ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യവും. ചെറിയ കുട്ടികൾ പിന്നെ ഒരു കോണിൻ്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ അവനെ പേടിപ്പിക്കുകയാണ് ചെയ്യുക, അല്ലേ? കയറരുത്, വീഴും, അല്ലേ?
ഇത് പഠിപ്പിക്കണതിന് പകരം ചെയ്യേണ്ട പരിപാടി എന്താ, പിടിച്ചിട്ട് കയറ് എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യണത് നമ്മൾ രൂപപ്പെടുന്നത്. അതിൻ്റെയൊക്കെ പ്രശ്നം ഈ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും. ആ ഉണ്ടാവുന്നത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്കൊരു മോളുണ്ട്. എൻ്റെ മോള് ഒന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നേരെ മറുപടി പറയും. ആരാടിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാടാന്ന് പറയും അവള്. ഞാനത് തിരുത്താൻ പോവില്ല. ചിലപ്പോൾ എൻ്റെ എന്താ പറയുക വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ എൻ്റെ വൈഫും ഒക്കെ ഇത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ ശ്രമിക്കൂല. കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് വളരേണ്ടത് എന്ന് കരുതിയിട്ട് അത് റെസ്പെക്റ്റ് ഇല്ലാത്തല്ല. അവൾക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട സമയത്ത് എങ്ങനെ കൊടുക്കണം എന്നറിയാം. മനസ്സിലാണ്ട? അല്ലെങ്കിൽ അതൊരു മോശം സാധനമല്ല. അപ്പം അങ്ങനെ എന്താ പറയുക ഒരു സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. അത് കഴിയുമ്പോൾ സീനില്ല, നടക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെയുള്ള വിഷയങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ അവർ നല്ല എഡ്യൂക്കേറ്റഡാണ്, വലിയ വലിയ ഡിഗ്രി. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ പറയുകയാണെങ്കിൽ ക്വാളിഫിക്കേഷന് ആർക്കും ഒരു കുറവില്ല. എല്ലാവരും നല്ല പഠിക്കുന്നവരാണ്, എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, വലിയ വലിയ കോളേജിലും വലിയ വലിയ പഠിപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ ഒരു ജോബിൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ, ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കിപ്പോൾ ഈ പണി എനിക്ക് നടക്കുമോ, ഞാൻ കൂട്ടിയപ്പോൾ ഇത് കൂടുമോ? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊന്നും ഇപ്പോൾ ആ സാധനം കിട്ടണില്ല. വെറും പഠനം മാത്രമാണ് ഓലിക്ക് ഇപ്പോൾ അധ്യാപകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഈ സാധനം കൊടുക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്കൊരു ധൈര്യമുണ്ട്, ഒരു കോൺഫിഡൻറ്റ്. അതിപ്പോൾ നമ്മളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഉണ്ടാക്കിയെടുത്തത് നമുക്ക് ആരും തന്നിട്ടൊന്നുമല്ലല്ലോ. നമ്മളെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മനസ്സിലാണ്ട? ഇപ്പം നമുക്കൊരു മോശം സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരുപാട് ലേണിങ്സ് ഉണ്ടാവും. ആ ലേണിങ്സ് കൊണ്ട് കൂടി നമ്മൾ പഠിച്ചെടുക്കും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഈ സാധനം വെച്ചാണ് മുന്നോട്ട് പോകരുത്. മനസ്സിലുണ്ടോ? ഇപ്പം ഒരു മോശം സിറ്റുവേഷനിൽ ഇന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ടാവും, ഹെൽപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. നോർമലി ആൾക്കാർ ചെയ്യലെന്താ വെച്ചാൽ ഈ ഹെൽപ്പ് ചെയ്യാത്ത ആൾക്കാരെ ശത്രുക്കളായിട്ട് കാണും. തീർച്ചയായിട്ടും. മനസ്സിലുണ്ടോ? അങ്ങനെയല്ല ഇത് ഉണ്ടാവേണ്ടത്. നേരെ മറിച്ച് അവിടെ ഒന്നും കൂടി ക്വാളിറ്റിയിൽ നമ്മൾ ബിൽഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഒരേപോലെ തന്നെ പിന്നെയും കാണാൻ പറ്റും. നമുക്കൊരു ദ്രോഹം ചെയ്ത ആളെയും നമ്മൾ ആ രീതിയിൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് നല്ലൊരു സുഹൃത്തായിട്ട് തന്നെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടായി വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കോൺഫിഡൻസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സ്ട്രോങ് അല്ലാത്ത മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ്. വളരെ ലോലമായിട്ടുള്ള ഹൃദയം, ഇമോഷണലി ഭയങ്കര എന്താ പറയുക ഡീപ്പാവും, കണക്റ്റഡ് ആവും. ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം ആവശ്യത്തിന് നല്ലതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കയറില്ലാതെ കെട്ടിടുന്ന പരിപാടിയാണ് ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അത് ആവശ്യത്തിന് ആ സാധനം പാടുള്ളൂ. ഇമോഷൻ കൂടുമ്പോൾ അത് ഒരു പരിധി കഴിയുമ്പോൾ ഡേഞ്ചറാണ്. ഒന്ന് വിശദീകരിക്കാൻ വരുമ്പോൾ ഇമോഷൻ എന്ന് പറയുമ്പോൾ അതിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. ഈ പ്രണയത്തിലൊക്കെ ആയാലും ഇനിയിപ്പോൾ അതല്ല ഫ്രണ്ട്ഷിപ്പിലായാലും ഇപ്പോൾ കുടുംബത്തിലൊക്കെ ആയാലും വരുന്ന വിഷയമാണ്. ഇപ്പോൾ ഈ ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം നോർമലി ഒരാൾക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. മനസ്സിലുണ്ടോ? ഇപ്പോൾ പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർ അടുത്തുനിന്ന് അവരെന്ത് ചെയ്യും? എക്സ്പെക്റ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും. ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായി? സങ്കടമായി, പ്രശ്നമായി, നേരത്തെ പറഞ്ഞ ഡിപ്രഷനായി. മനസ്സിലാകണ്ട? ഇങ്ങനത്തെ രീതിയിൽ പോകും. പകരം നമുക്കൊരു രീതി ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക ഒരാളായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ് എങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്താ പറയുക അവരായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവരെ മനസ്സിലാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരാളായിട്ട് പ്രണയത്തിലാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളോട് കാണിക്കാനുള്ള ഇഷ്ടം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെന്തില്ല, പ്രശ്നമില്ല. അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഞാൻ മനസ്സിലാക്കാതെ അവരെടുത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അന്ന് അങ്ങനെ ചെയ്തിരുന്നല്ലോ, ഇങ്ങനെ ചെയ്തിരുന്നല്ലോ, ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരും. നേരെ മറിച്ച് അവർ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ സാഹചര്യം കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ വരില്ല. നോർമലി ആളുകളെ സംബന്ധിച്ചുണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഇപ്പോൾ ജോബാണെങ്കിലും ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള പ്രശ്നങ്ങൾ, ടെൻഷനുകൾ, ഇതൊക്കെ ഉണ്ടാവും. ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇനിയിപ്പോൾ പ്രണയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഭാര്യ ആയിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, ഇവരൊക്കെ ആ സാധനങ്ങൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനം വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ വളരെ നന്നായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ള ഒരു സാധനം വരുമ്പോഴാണ് ഈ എക്സ്പെക്റ്റേഷനുകൾ ഉണ്ടാവുക, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. മനസ്സിലായിട്ട് അപ്പോൾ ഫാമിലിൻ്റെ അടുത്തുനിന്ന് അവരെന്നോട് ഇങ്ങനെ പെരുമാറണം. നമ്മൾ നേരത്തെ നിങ്ങൾ സംസാരിച്ചൊരു വിഷയമാണ്. പിന്നെ പുതിയ കുട്ടികൾക്ക് എന്താ പറയുക, പഴയ തലമുറൻ്റെ അടുത്തുനിന്ന് നല്ല രീതിയിലുള്ളൊരു ഇതല്ല, പാരൻറ്റിങ് അല്ല ലഭിക്കുന്നത്. അത് എക്സ്പെക്റ്റേഷനാണ്. കുട്ടികൾ എന്നോട് ഇങ്ങനെ പെരുമാറണം എന്നുള്ളത്. മനസ്സിലാണ്ട? അത് കുട്ടികളെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാപ്പാന് അല്ലെങ്കിൽ ഉമ്മ ഇവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ പെരുമാറണം എന്ന് അവർക്കും ചിന്തിക്കാം. പക്ഷെ അവർ വാപ്പ ചെറുപ്പത്തിൽ ജീവിച്ച കാലഘട്ടത്തിലല്ല ജീവിക്കണത്. ആ സാധനം ആക്സെപ്റ്റ് ചെയ്യേണ്ടയും അല്ലെങ്കിൽ അത്രയും വർഷത്തെ ലൈഫ് എക്സ്പീരിയൻസിലുള്ള ആളുകളാരാ, മുതിർന്നവരാണ്. അവരത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, പെരുമാറണം. അത്രേ ഉള്ളൂ. ഇമോഷൻ എന്ന് പറഞ്ഞത് ഇത് മാത്രമൊന്നുമല്ല. നമുക്കിപ്പോൾ ഈവൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനത്തേക്ക് പോകുമ്പോൾ ഇമോഷനാണ് പ്രശ്നം. ഇമോഷൻ എവിടെ ഉണ്ടോ അവിടെ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ പോസിറ്റീവായിട്ട് നിലനിർത്തണ, ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇമോഷൻസ് എന്താണോ ആ സാധനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ കൊണ്ടെത്തിക്കുക. ഞാനതിനെപ്പോഴും ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അതെന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കണ കാര്യമുണ്ടല്ലോ, ഈ ചിന്തിക്കണത്, അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലേ, ഈ 4 കാര്യങ്ങളിലാണ് ഒരു മനുഷ്യർക്ക് അവൻ്റെ കൺട്രോളുള്ളത്. അതെ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ എന്ത് കേൾക്കണം എന്നുള്ളത് എൻ്റെ കൺട്രോളിലാണ് ഒരു പരിധി വരെ. ഇപ്പം നിങ്ങൾ പറയണ കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് കേൾക്കേണ്ടാത്ത വിഷയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് നീച്ചു പോകാമല്ലോ. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്ത് കേൾക്കണം എന്നുള്ളത് എനിക്ക് തീരുമാനിക്കും ഒരു പരിധി വരെ. അത് കഴിഞ്ഞ് ആ കേൾക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ ചിന്തിക്കുക. മനസ്സിലാണ്ടോ? ദെൻ ഇത് രണ്ടും കണക്റ്റഡാണ് ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത്. ഈ കേൾക്കുന്ന വിഷയങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഞാൻ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ എൻ്റെ മെൻറ്റാലിറ്റിനെ, എൻ്റെ ഇന്നറായിട്ടുള്ള ഒരു എനർജിനെ അത് ബാധിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും ഞാൻ സംസാരിക്കൽ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും ഞാൻ പ്രവർത്തിക്കൽ. സോ നമ്മൾ ഈ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്നെ ബൂസ്റ്റ് ചെയ്യാനുള്ള, എന്നെ പോസിറ്റീവായി നിലനിർത്താനുള്ള, എനിക്ക് സക്സസ് ആവാനുള്ള, എനിക്ക് ഹാപ്പി ആവാനുള്ള സാധനങ്ങൾ ഞാൻ എന്ത് ചെയ്യുക, മാത്രം ഫോക്കസ് ചെയ്യുക. അത് മാത്രം കേൾക്കാൻ ശ്രമിക്കുക, അത് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക, അത് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക, അത് മാത്രം പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പക്ഷേ മനുഷ്യന്മാരെന്താ ചെയ്യൽ വെച്ചാൽ ഈ കൺട്രോളിലുള്ള കാര്യത്തിലല്ല ഒരു ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, ഇടപെടുക. ഇന്ന ആൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ളതാണ് അവരെ അലട്ടുന്ന വിഷയം. കാരണം ആ ആൾ, ഇപ്പോൾ ദാവൂദ് എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് എൻ്റെ കൺട്രോളിലല്ല. മനസ്സിലാണ്ട? എൻ്റെ കൺട്രോളിൽ ഞാൻ എങ്ങനെ ദാവൂദിനോട് പെരുമാറണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആണോ അല്ലേ? അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ട സാധനം, ഞാൻ എങ്ങനെയാണോ ദാവൂദിനോട് പെരുമാറുന്നത് അതിനനുസരിച്ചിട്ട് ദാവൂദിനോട് പെരുമാറുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ശ്രമിക്കുക, ചിന്തിക്കുക. അപ്പോൾ നോ പ്രോബ്ലം. നേരെ മറിച്ച് നമ്മൾ പുറത്ത്, നമ്മളെ സൊസൈറ്റി അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഒരു മോശം സാഹചര്യം എനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ സാഹചര്യത്തിനെ പഴിക്കുക, ആ സാഹചര്യം കൊണ്ടാണ് ഞാനിങ്ങനെ ആയി എന്ന് പറയുക, ഇങ്ങനത്തെ വിഷയങ്ങൾ വരും അല്ലേ? അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. അത് കാരണം അത് ഒരു സെൽഫ് ബിലീഫും, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. ഇതൊക്കെ ഉണ്ടായി വരാൻ സാഹചര്യമുള്ള കാര്യങ്ങളാണ്. പകരം നമ്മളിലേക്ക് ഒതുങ്ങുക, നമ്മളിലേക്കുള്ള, നമുക്ക് എന്താണോ ആവശ്യം ആ സാധനം നമ്മുടെ ഉള്ളിലുണ്ട്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെട്ടു പോരാൻ പറ്റും. ഇമോഷൻസൊക്കെ വേണം. മനുഷ്യന്മാരാകുമ്പോൾ ഇമോഷൻസ് ഇല്ലാതെ ജീവിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ മോളാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോളോടൊരു ഇമോഷൻ ഉണ്ട് അല്ലേ, പാരൻസിനോടൊരു ഇമോഷൻ ഉണ്ട്. സോ ഇതൊക്കെ ഓഫ് കോഴ്സ് ഉണ്ടാവണം.
പക്ഷേ ഇമോഷൻസ് തന്നെയാണ് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മൾ എന്ത് ചെയ്യുക കൊണ്ടെത്തിക്കുക. പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം രണ്ടും ഒരേപോലെ തന്നെയാണ് ഒരു പരിധി കഴിഞ്ഞാൽ. അതായത് ഞാൻ എവിടുന്നോ കേട്ടൊരു വാക്കുണ്ട്, നിന്ദാസ്തുതിയേക്ക് സമം എന്ന് പറയാം. അതായത് നിന്ദിക്കലും സ്തുതിക്കലും ഒരേപോലെയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നിരുത്തി കണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യരുത്, മൂച്ചിമ കയറരുത്. മനസ്സിലുണ്ടോ? അത് കയറാതെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റി മോശം പറയുമ്പോൾ എന്നെ ബാധിക്കില്ല, അത് ഞാൻ അതേപോലെ കൺട്രോൾ ചെയ്ത് പോകും. മനസ്സിലുണ്ടോ? പക്ഷേ ഈ സാധനം ഇമോഷണലിയാണ്. ഈ ഇമോഷനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും ചെയ്യും. ഒരാൾ എന്നെ പറ്റി മോശം പറയുമ്പോൾ എന്ത് ചെയ്യും, എന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കും ചെയ്യും. സോ ഇമോഷണലി നമുക്കൊരു സാധനം ഉണ്ടാവണം, ഒരു കൺട്രോൾ ഉണ്ടാവണം. അപ്പോൾ ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. അയ്യോ, അപ്പോൾ പിന്നെ ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോവാണ്. വിഷയം എന്ന് പറയുമ്പോൾ ഓണ്ടർപ്രണർഷിപ്പ്. ഇക്കാലത്ത് ഒരുപാട് ഓണ്ടർപ്രണർമാർ നമ്മൾ കാണുന്നുണ്ട്, ചെറിയ പയ്യന്മാരടക്കം. പലരുടെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോ നോക്കിയാൽ തന്നെ ഓണ്ടർപ്രണർ എന്നാണ് കാണുന്നത്. ആ ഒരു ജേണിയിൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, വലിയ വലിയ കാറ് കാണുന്നവരുണ്ടാവും, വലിയ ബിസിനസ് ചെയ്ത് അങ്ങനെ നടക്കുന്ന ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ. ഈ ഒരു ജേണിയിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് ഓരോ തുടക്കകാലത്ത്, പല ബുദ്ധിമുട്ടുകളും. ആ ഒരു സാധനത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അത് നല്ല ചോദ്യമാണ്. കാരണം ഒരു ഓൺട്രപ്രണർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. മനസ്സിലുണ്ടാകും. ഇപ്പം ഒരു ബിസിനസ്സുകാരനാവുക, ഒരു ഓൺട്രപ്രണർ ആവുക എന്ന് പറയുമ്പോൾ നോർമലി ഒരു എന്താ പറയുക, അത് സിമ്പിളായിട്ട് അങ്ങോട്ട് ആയി പോകാൻ പറ്റുന്നൊരു സാധനമല്ല. അതിൻ്റെ ബാക്കിൽ ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾ പറഞ്ഞ മാതിരി ഉണ്ട്. ഈ സ്ട്രഗിൾസ് എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിലുള്ള നമ്മളെ സച്ചിൻ ഭായ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ദ ക്യാരക്ടേഴ്സ് ആർ ബിൽഡ് ഇൻ വാലീസ് നോട്ട് ഇൻ ഹൈസ്. അതായത് ഈ കുന്നിൻ്റെ ഉന്നതങ്ങളിലല്ല ഒരാളുടെ ക്യാരക്ടർ എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്, അതിൻ്റെ താഴ്വരകളിലാണ്. അതായത് ആ മോശം സമയങ്ങളിലൂടെ ഇങ്ങനെ മനുഷ്യൻ പോകുമ്പോഴാണ് ഒരാളെ ക്യാരക്ടർ ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ വളരെ മാന്യമായിട്ട് പെരുമാറുമ്പോൾ അതിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നില്ല. നേരെ മറിച്ച് അവൻ്റെ മോശം സമയത്തും മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ക്യാരക്ടറാണ് എന്നുള്ളതാണ്. മനസ്സിലാണ്ട? അപ്പം ഈ ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓൺട്രപ്രണർഷിപ്പിൻ്റെ ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ചില ആൾക്കാരെ സംബന്ധിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു മാസീവായിട്ടുള്ളൊരു സക്സസ് അവിടെ കൊടുക്കും. നേരെ മറിച്ച് ചില ആളുകൾക്ക് അതെന്താവും, വളരെ സ്ലോ ആവും. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യണ ഉടനെ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ മോശം സമയങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ഒരു എൻ്റർപ്രണർഷിപ്പിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഉണ്ടാവേണ്ട കാര്യം, ഏറ്റവും മിനിമം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബ്രേക്ക് ഈവൻ പീരീഡ് എന്ന് പറയുന്നത് 3 to 5 ഇയറാണ്. 3 to 5 ഇയർ എന്ന് പറയുമ്പോൾ 3 വർഷം മുതൽ 5 വർഷം വരെ അവിടെ ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നല്ലതാണെങ്കിലും മോശം സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ കൊടുക്കാനുള്ള ഇൻപുട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഓൺട്രപ്രണർഷിപ്പിൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞത്. പക്ഷെ പലരും അങ്ങനെയല്ല. ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന പല ആളുകളും ഇപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഈ കോവിഡിന് ശേഷമുള്ള ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, കോവിഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളിൽ 80% ബിസിനസ്സും ആദ്യത്തെ 2 വർഷം കൊണ്ട് ക്ലോസ് ചെയ്ത് പോയിട്ടുള്ള. ഇതിന് കാരണം എന്താ? മെൻറ്റാലിറ്റിയാണ്. ഈ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞത് അവർ എംപ്ലോയ്മെൻറ്റ് മെൻറ്റാലിറ്റിയിൽ നിന്നിട്ട് ബിസിനസ്സിലേക്ക് എത്താൻ പോവുക. മനസ്സിലാണ്ട? അപ്പോൾ ഒരാളൊരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അവന് നിൽക്കുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് അവൻ സക്സസ് ആവുന്നൊരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ സാധനം സെയിം ആവില്ല. മനസ്സിലാണ്ട? അപ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ സാധനം ചേഞ്ചായി വരുന്നൊരു ജേണിയിലേക്ക് തയ്യാറായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരാൾക്ക് അതിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അതായത് മിനിമം 3 വർഷം മുതൽ 5 വർഷം വരെ ആ ഒരു ജേണി ത്രൂ ഔട്ട് എന്ത് ചെയ്യാൻ പറ്റണം, പോകാൻ പറ്റണം. അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ടാവും.
നേരെ മറിച്ച് ഈ 5 വർഷം മുഴുവനായിട്ട് സക്സസ് മാത്രം വന്ന് പിന്നൊരു അടി കിട്ടുന്ന സമയത്ത് അവൻ വീണ് പിന്നെ എണീക്കാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ അവനെന്തല്ല സക്സസ് അല്ല. മനസ്സിലാണ്ടോ? പലപ്പോഴും പലരും പറഞ്ഞു കേട്ടൊരു സാധനമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന മറ്റേ മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള അഭിഷാദ് ഗുരുവായൂർ അവർ കാറിൽ കുറച്ച് പൈസ എടുത്തിട്ട് ഇതാരെങ്കിലും മോഷ്ടിച്ച് കൊണ്ടുപോയാലെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് മോഷ്ടിച്ച് കൊണ്ടുപോയാലും അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്, അതതിൻ്റെ 10 മടങ്ങ് ഉണ്ടാക്കാൻ കഴിയുന്നൊരു ക്യാരക്ടറാണ്. മനസ്സിലുണ്ടോ? അപ്പോൾ അത് അവരുടെ സ്കില്ലാണ്, അവരുടെ ഉള്ളിൽ അവർ രൂപപ്പെടുത്തിയിട്ടുള്ള സാധനം. ആ സാധനം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ അതിലേക്ക് എത്തും. ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല, പേടിക്കാനില്ല. പിന്നെ ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ നേരത്തെ ഇമോഷണലി പറഞ്ഞ പോലെ അത് മാനേജ് ചെയ്ത് പോകാനുള്ള രീതിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ടാവും. ആ മാറ്റമാണ് ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇത് വെറുതെ ഉണ്ടാവില്ല, മനസ്സിലായോ? ചിലപ്പോൾ ഒരു 10 റുപ്യേൻ്റെ ചായ കുടിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ബിസിനസ്സിന് വേണ്ടിയിട്ടും അതല്ലാതെയും നമുക്ക് കടന്നു പോകാനുള്ള സിറ്റുവേഷനുകൾ നമ്മൾ ഒരുപാട് എന്താ പറയുക, ചിലപ്പോൾ കടം വാങ്ങിയിട്ടോ അല്ലാതൊക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അല്ലെങ്കിൽ EMI മുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുണ്ടാവും. ഇതൊക്കെ ഫേസ് ചെയ്ത് അതിൻ്റെ തീച്ചൂളി എന്നാണ് എന്ത് ഈ സാധനം ഉണ്ടായി വരിക, ക്യാരക്ടർ. മനസ്സിലാണ്ട? അല്ലാതെ വെറുതെ ഈ ക്യാരക്ടറിലേക്ക് എത്തൂല. ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ ഗിവപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സക്സസ് ആവാൻ പറ്റില്ല. വീണ്ടും 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 അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലാണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെയൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇപ്പോൾ ഒരു മുസ്ലിമാണെന്നുണ്ടെങ്കിൽ ഞാനെപ്പോഴും ഉദാഹരണമായിട്ട് പറഞ്ഞ സാധനം, ഇപ്പോൾ പ്രവാചകൻ ഈ ഭൂമി പടക്കാൻ കാരണക്കാരനായിട്ടുള്ള ആളാണ് ആര്? മുഹമ്മദ് നബി എന്ന് പറഞ്ഞത്. ആ മുഹമ്മദ് നബിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ശത്രുക്കളിൽ നിന്ന് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ജനിച്ച നാടായിട്ടുള്ള മക്കത്തു നിന്ന് വേറൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അങ്ങനത്തെ സ്ട്രഗിൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തായാലും വരും. മനസ്സിലാണോ? അതത്രേ ഉള്ളൂ, അത് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഈ വിഷയത്തേക്ക് വന്നപ്പോഴേ നിങ്ങളൊരു വിശ്വാസിയാണോ? 100% ആണ് വിശ്വാസിയാണ്. ഞാൻ ചോദിക്കാൻ വെച്ചാൽ എന്താണ് വിശ്വാസപരമായിട്ട് എനിക്ക് പറയാനുള്ളത്? എന്താണ് വിശ്വാസം? വിശ്വാസി എന്ന് പറയുമ്പോൾ അതിനൊരു ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറയും? വിശ്വാസം എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റുന്ന സാധനമല്ല, അത് ഉള്ളിലാണ് അല്ലേ? അത് ഒരു കണക്ഷനാണ്. ദൈവം നമ്മുടെ ഉള്ളിലാണുള്ളത് അല്ലേ? നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യുന്നൊരു സാധനമാണ്. ഇതിലൊക്കെ വിഷയം സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് എന്താ പറയുക, സെൻസിറ്റീവായിട്ടുള്ള വിഷയം എന്താ പറയുക ഉണ്ട് ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയണം, നമുക്ക് നമ്മളെ മുന്നിൽ ഞാൻ മുസ്ലിം രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈമാൻ കാര്യങ്ങളും, 2 ഇസ്ലാം കാര്യങ്ങളും. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഈമാൻ ഇല്ല എന്ന് പറയൽ, അല്ലെങ്കിൽ ഈമാൻ ഉണ്ട് എന്ന്, ഈമാൻ്റെ വെളിച്ചമുണ്ട് എന്ന് പറയൽ, അല്ലാണ്ട് അവൻ്റെ മുഖത്ത് ഇസ്ലാം ഉണ്ടെന്നല്ല പറയാം, ആണല്ലേ? അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞ സാധനം വളരെ എന്താ പറയുക, വളരെ മൈന്യൂട്ടായിട്ട് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ട സാധനമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം ഈമാനെന്ന് വ്യതിചലിച്ച് പോവാതിരിക്കാനുള്ള കർമ്മങ്ങളാണ്. മനസ്സിലുണ്ടോ? പക്ഷേ പല ആളുകൾക്കും ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങളിലാണ്, കർമ്മങ്ങളാണ്. ഇസ്ലാം കാര്യങ്ങൾ എല്ലാം കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നിസ്കരിച്ചുണ്ടാവും, നോമ്പുകൾക്കുണ്ടാവും, ഹജ്ജ് ഉണ്ടാവും, പക്ഷേ അപ്പുറത്തുള്ളവനെ കുറ്റം പറയുണ്ടാവും. മനസ്സിലായ? അയൽവാസിയിൽ ഒരു അതിരിൻ്റെ തർക്കം വരുമ്പോൾ എന്ത് ചെയ്യും? അവരേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാവും. ചിലപ്പോൾ സ്വന്തം മക്കളോടോ അല്ലെങ്കിൽ വേറെ ഉള്ള ആൾക്കാരോടോ ദേഷ്യം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ള ആൾക്കാരോട് ദേഷ്യം ഉണ്ടാവും. ഇങ്ങനത്തൊക്കെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. അവിടെ എന്താ ഉള്ളത്? ഇസ്ലാം കാര്യം മാത്രമുള്ളത്. ഇസ്ലാം കാര്യം മാത്രമായി കഴിഞ്ഞാൽ അവനും വിശ്വാസിയാവില്ല. ആ വിശ്വാസി ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വർഗം കിട്ടുള്ളൂ എന്നുള്ളതാണല്ലോ വിശ്വാസം. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊക്കെ നിങ്ങൾ ഈമാൻ കാര്യങ്ങൾ ഓരോന്നും എടുത്ത് നോക്കി, വിശ്വസിക്കുക എന്ന് അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മനസ്സിലാണ്ട? അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ബിലീവ് ഇൻ യു എന്ന് പറഞ്ഞ സാധനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പടച്ചോൻ തന്നിട്ടുള്ള കഴിവാണ് അല്ലേ?
ഓടാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പടച്ചോൻ തന്നിട്ടുള്ള കഴിവാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിലിരുന്ന് സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പടച്ചോൻ എനിക്ക് തന്നിട്ടുള്ള കഴിവാണ്. അല്ലേ? സോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിൽ വരുന്നൊരു കാര്യത്തിന് എന്നെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുക എന്നുള്ളത് പടച്ചോൻ എനിക്ക് ആ കഴിവ് തരും എന്നുള്ളതിൽ വിശ്വാസമാണ്. അപ്പോൾ പടച്ചോനിൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ടാവുള്ളൂ, എനിക്ക് ഇന്നലെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ? ഇതിങ്ങനെ ഇൻ്റർ കണക്റ്റ് ആയിട്ട് കിടക്കുന്ന സാധനമാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം. വിശ്വാസം എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വേണം. അത് ഏത് മതമാണ് എങ്ങനെയാണ് എന്നുള്ളതല്ല. ഞാൻ വിശ്വസിക്കുന്ന മതപ്രകാരമാണെങ്കിൽ എന്താ പറയുക, ഒരുപാട് കാലം മുന്നേ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അത് കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൻ അവസാനം മുഹമ്മദ് നബി വന്നതിൻ്റെ ശേഷം അത് പൂർണ്ണമായിട്ടുണ്ട്. അല്ലേ? അപ്പോൾ അതിൻ്റെ ശേഷം പ്രത്യേകിച്ച് അതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വിശ്വാസം അത് അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. തീർച്ചയായിട്ടും. പിന്നെ ഇതിൽ സംസാരിക്കാനുള്ളത് വിശ്വാസം, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അള്ളാഹുവിൽ വിശ്വസിക്കുക ചോദ്യം എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ വിശ്വാസമില്ലാത്തതിൻ്റെ ഒരു ഇതാണ് എന്ത്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അത് സക്സസ് ആവുമോ എന്ന് എനിക്കൊരു തോന്നല് ആവൂല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. അതായത് സെൽഫ് ബിലീഫ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സെൽഫ് ഡൗട്ട്. അല്ലേ? എനിക്ക് കഴിയൂല, എനിക്ക് സക്സസ് ആവാൻ കഴിയൂല എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നാൽ ചെയ്താൻ കയറി എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ല? അതായത് എനിക്ക് വിശ്വാസം ഇല്ല. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളടുത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ പടച്ചോനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പടച്ചോൻ്റെ എന്താ പറയുക മലക്കുകളിലും അതുപോലെ തന്നെ നബിമാരിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളും അന്ത്യനാളിലടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഒരു മോശമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? നമ്മൾക്ക് ഉണ്ടാവണ ഏതെങ്കിലും ഇപ്പോൾ ഒരു മോശം സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഇതല്ല പറയില്ല, വേറൊരു തെറിയാണ് പറയാം, അത് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് പറയാൻ പറ്റൂല. പക്ഷേ ഇത് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ അളവ് നമുക്ക് നോക്കിക്കൂടെ? അല്ലെങ്കിൽ നമുക്ക് നോക്കണ്ട, പടച്ചോൻക്ക് അളന്നൂടെ ആ സാധനം? ഇപ്പോൾ എനിക്കൊരു മോശം സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ പണ്ടാറടങ്ങാനെന്ന് പറഞ്ഞു നീ വെച്ചോ, ആ സാധനം ഞാൻ പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. തീർച്ചയായിട്ടും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും നമ്മൾ തിരിച്ച് നന്മ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ ഒരു നന്ദി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലേ? ഈ നന്ദി കൊടുക്കുമ്പോഴേ വേറൊരാളെ നമുക്ക് തിരിച്ചു തരുള്ളൂ, അല്ലെങ്കിൽ പടച്ചോനെ നമുക്ക് തിരിച്ചു തരുള്ളൂ. അത് കൊടുക്കാത്തൊരാൾക്ക്, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളെടുത്ത് രണ്ടാൾക്കാർ സഹായം ചോദിച്ചു വന്നു. ഓക്കെ? ഈ രണ്ടാൾക്കാരും വന്നിട്ട് ഒരേ ആവശ്യത്തിനാണ്, അതായത് അവരെ മക്കളെ കെട്ടിക്കണം. ഓക്കെ? അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. സോ ഒന്നാമത്തെ ആൾ നിങ്ങളടുത്ത് വന്ന് അവൻ നിങ്ങൾ എന്ത് ചെയ്ത് ഒരു 10 ലക്ഷം കൊടുത്തുകൊണ്ട് സഹായിച്ചു. അവൻ നിങ്ങളെ മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു നന്ദിയുണ്ട്, ഞാൻ മറക്കൂലട്ടാ എന്ന് പറഞ്ഞാണ്ട് ആ പൈസ ഇട്ട് എന്ത് ചെയ്യും, ഓടിപ്പോയി. രണ്ടാമത്തെ ആൾ വന്നിട്ട് ഇതേപോലെ തന്നെ നിങ്ങളൊരു 10 ലക്ഷം ഉപ്പ് എടുത്തു. ഓക്കെ? അവർ നിങ്ങളെ മുന്നിൽ നിന്നാണ്ട് നിങ്ങളെ മുന്നിൽ കൈകൂപ്പി നിന്നാണ്ട് നിങ്ങളോട് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങളെന്നും ഉണ്ടാവും, ഞങ്ങൾ ഇത്ര ആൾക്കാരാണ് വീട്ടിലുള്ളത്, എല്ലാവരും പ്രാർത്ഥനയിൽ എന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുണ്ടാവും, ഒരിക്കലും മറക്കാത്ത ഉപകാരമാണ് നിങ്ങൾ ചെയ്തത്, ഞങ്ങളെന്തായാലും കല്യാണത്തിന് വരണം. ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഓക്കെ? വർഷങ്ങൾ കടന്നുപോയി. ഒരു 4, 5, 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഇതേ രണ്ടാൾക്കാർ വീണ്ടും ഒരു സഹായമായിട്ട് നിങ്ങളെ മുന്നിൽ അഭ്യർത്ഥിച്ചിട്ട് വരിക. നിങ്ങൾക്ക് അതിൽ ആരെ ഹെൽപ്പ് ചെയ്യാനാണ് തോന്നുക? നമ്മുടെ ഒരു സ്നേഹത്തിലും നന്ദിയും പെരുമാറിയ ആളോട്. ആ നന്ദിയാണ് നമ്മൾ പടച്ചോനോട് കൊടുക്കേണ്ടത്. ആ നന്ദി നമ്മൾ പടച്ചോനക്ക് കൊടുക്കുമ്പോൾ പടച്ചോൻ അതിന് നമുക്ക് തരും, തിരിച്ചു തരും. മനസ്സിലുണ്ടോ? ആ നന്ദി കൊടുക്കണേന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സാധനമാണ് നമ്മൾ പണ്ടാറടങ്ങാനെന്ന് പറയണത്, ചേന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ നടക്കാതാവുമ്പോൾ നിരാശപ്പെട്ടിരിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള തോട്ടുകളൊക്കെ. മനസ്സിലുണ്ടോ? നെഗറ്റീവായിട്ടുള്ള എല്ലാ തോട്ടുകളും ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആ സാധനങ്ങൾ അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള. അപ്പോൾ അതിനെന്ത് ചെയ്താൽ എപ്പോഴും നന്ദി ഉണ്ടായമേ, പടച്ചോനോട് നന്ദി ഉണ്ടായമേ. ഒരു മോശം സമയം വരികയാണെന്നുണ്ടെങ്കിൽ പടച്ചോൻ അതിന് എന്തെങ്കിലും നല്ലത് കണ്ടിട്ടുണ്ട്. പടച്ചോനെ നമുക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തായാലും
നല്ലതും അതായത് നന്മയും തിന്മയും എന്നിൽ നിന്നാണെന്ന് വിശ്വസിക്കുക എന്ന് ഈമാകാരത്തിലുള്ള സാധനമാണ്. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മോശം ലൈഫിൽ എന്തെങ്കിലും ഒരു സാധനം സംഭവിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ അതിൽ എന്തെങ്കിലും ഒരു നല്ലത് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെയാണെന്നാണ് മനസ്സിലാക്കിയാൽ മതി. അതാണൊരു വിശ്വാസി ചെയ്യേണ്ട പരിപാടി. പക്ഷേ ഈ വിശ്വാസമൊന്നും ചിലപ്പോൾ പല ആൾക്കാർക്കും ഉണ്ടാവില്ല കേട്ടോ. ഉള്ളവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്ന കാര്യങ്ങൾ ഇതൊന്നല്ല. നിസ്കരിച്ചാൽ നോമ്പ് വെക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് ഉള്ള കാര്യങ്ങൾ. മനസ്സിലുണ്ട? അതല്ല ആക്ച്വലി അത് വേണം വേണ്ടെന്നല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ വിശ്വാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അതിന് ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടെങ്കിലേ എന്താ പറയാൻ പറ്റുള്ളൂ, നമ്മളൊരു വിശ്വാസിയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നാട്ടുകാരെ പ്രൂവ് ചെയ്യാനൊന്നുമല്ല അല്ലേ. ഇപ്പോൾ പള്ളിക്ക് കയറുമ്പോൾ പിന്നെ അയാളൊന്ന് കണ്ടാൽ മതി എന്ന് നമ്മൾ ഇൻറ്റൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൂലില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ അതാണ് വിശ്വാസം. ആ വിശ്വാസം ഡയറക്റ്റ് മേലെ പഠിച്ചോനായിട്ട് മാത്രമാണ്, അവിടെ പ്രൂവ് ചെയ്താൽ മതി, വേറെ ആരും നോക്കണ്ട. ഇൻറ്റൻറ്റ് ക്ലിയർ ആവുക, നീയത്ത് നന്നാവുക. അതെ, നീയത്ത് നന്നാവുക എന്ന് പറയുമ്പോഴേ പിന്നെ ഇതിലുള്ള ചോദിക്കാൻ വന്ന വിഷയം എന്താ നിങ്ങൾ ഈ പറഞ്ഞ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ സാധനമല്ലേ, ഇൻറ്റൻറ്റ് ഓവർ മെക്കാനിസം എന്നാണ്. ഇൻറ്റൻറ്റ് ഓവർ മെക്കാനിസം എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി, ഈ പ്രവൃത്തി എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ള ക്ലാരിറ്റി ഉണ്ടായാൽ മതി. മനസ്സിലാണ്ട? എങ്ങനെ ചെയ്യണമെന്നുള്ളതിന് ഒരുപാട് മാർഗങ്ങളുണ്ടാവും. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്നുള്ളത് പഠിച്ചോനും എനിക്ക് പറഞ്ഞാൽ മതി. അവിടെ അപ്പുറത്തുള്ളവൻ എന്ത് വിചാരിച്ചും ഇപ്പുറത്തുള്ളവൻ എന്ത് വിചാരിച്ചും ഇതൊന്നും മാറ്ററേ അല്ല. വിശ്വാസത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അല്ലാത്തവനക്ക് ചിലപ്പോൾ അത് മാറ്ററാവും. നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരത് പറയും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരത് പറയും, കുടുംബക്കാരത് വിചാരിച്ചും, ഇങ്ങനത്തെ കുറേ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ചെയ്താണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാണ്ട? അപ്പോൾ ഇതൊന്നും നോക്കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് പഠിച്ചോനൊരു ജീവൻ തന്നിക്കണം, റൂഹിനെ തന്നിക്കണം, എനിക്ക് വേറെ തന്നിക്കണം അല്ലേ. എൻ്റെ കഴിഞ്ഞാൽ ഞാൻ പോയി കിടക്കാനുള്ളടത്ത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, നിങ്ങളത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് കൊടുത്തിക്കണമെന്നുണ്ടെങ്കിൽ അവനാൻ്റെ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണോ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണോ, നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവരും അതിൻ്റെ കൂടെ ഹാപ്പി ആവുമോ എന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇൻറ്റൻറ്റ് എപ്പോഴും നമ്മൾ എന്താവണം, റൈറ്റ് ആവണം. റൈറ്റ് ഇൻറ്റൻഷനിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ കാരണവന്മാരും കുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ് ചന്ദനം ചായ ചന്ദനം മണക്കും, ചാണം ചായ ചാണം മണക്കും എന്നുള്ളത്. ചില ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സാധനം ഉണ്ടാവും. ചില രാഷ്ട്രീയ നേതാക്കന്മാരെ ഇട്ട് സംസാരിക്കുമ്പോൾ ഓരോന്നിങ്ങനെ ഒരു വേദിക്കേണ്ടി വരുമ്പോൾ തന്നെ ഒരു ഓറുണ്ട്. പോയിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മളെ എനർജി വേറെ ലെവലിലേക്ക് കാണും. ഇപ്പം ചില ഉസ്താദുമായിട്ട് സംസാരിക്കുമ്പോൾ എനർജി വേറെ ലെവലിലേക്ക് കാണും, ഒരു പോസിറ്റീവ് സാധനം. അപ്പോൾ 20 നിൽക്കുന്നത് പിന്നെ 40-80 സ്പീഡിലേക്ക് നമ്മൾ തിരിച്ചു പോയല്ലേ ആ ഒരു സാധനം. ചിലവരോട് സംസാരിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മളെ എനർജി അങ്ങനെ ഡൗൺ ആയിട്ട് ഒരു കജ്ജും കഴിച്ചിട്ട് എന്താ ആവുമെന്ന് അറിയില്ല, ഒരു ഇറിറ്റേഷൻ, ആ ഒരു സാധനം അത് നമ്മളെ ഗ്രോത്തിനെ ബാധിക്കും. അതിനെ പറ്റി എന്താ പറയാനുള്ളത് ആ ഒരു സാധനത്തിനെ പറ്റി? നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും, അതിൽ എല്ലാം ഉണ്ട്. അതായത് ചന്ദനം എന്ന് പറഞ്ഞ സാധനത്തിനെ ഉപയോഗിക്കുന്നത് പോസിറ്റിവിറ്റിയാണ്, ചാണകം എന്ന് പറഞ്ഞ സാധനത്തിനെ ഉപയോഗിക്കുന്നത് നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണം നമുക്ക് എന്താണ് വേണ്ടതെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമില്ലേ, നമുക്ക് എന്താണോ കൊടുക്കുന്നത് ആ സാധനം റിട്ടേൺ കിട്ടുള്ളൂ. ഒരു കല്ല് മേലേക്ക് എടുത്തിട്ട് എന്നിട്ട് അവിടുന്ന് മാങ്ങ വരുമെന്ന് പ്രതീക്ഷിക്കരുത്. കല്ല് മേലേക്ക് ഇട്ട കല്ലേ വരുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ആളുകളായിട്ട് എന്ത് ചെയ്യുക, കണക്റ്റ് ആവുക. ഇവിടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ നിരന്തരം കണക്ട് ചെയ്യുന്ന 5 ആളുകളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്ന 5 ആളുകളുടെ ആവറേജ് ആവും നമ്മൾ. ആ 5 ആളുകൾ പോസിറ്റീവായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആൾ തന്നെ ആവും നമ്മളും.
അത് നെഗറ്റീവ് മെൻറ്റാലിറ്റി ക്യാരി ചെയ്യുന്ന ചിന്തകൾ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതേപോലത്തെ നെഗറ്റീവായിട്ടുള്ള ആളുകളാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ ഒരു 5 എൻജിനീയർമാരെ കൂടെ എന്ത് ചെയ്ത് ഒരു റൂമിൽ നിർബന്ധവശാൽ താമസിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ മേ ബി ഒരു 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾ എന്താവും? 6ാമത്തെ എൻജിനീയർ ആവും. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെന്താവും? എൻജിനീയർ ആവും. കാരണം അവരുടെ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്, സൈറ്റിലേക്ക് പോവുകയാണ്, അവർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും നോക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതാവും അല്ലേ? നീ 5 ആൾക്കാർ വിഡ്ഢികളാണെന്നുണ്ടെങ്കിൽ 6ാമത്തെ വിഡ്ഢി നിങ്ങളാവും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ സാധനം. പിന്നെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരുപാട് പോസിറ്റിവിറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഈ പറഞ്ഞ വിശ്വാസവും അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ കണക്റ്റഡായിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം ക്യാരി ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കൂടെ നമ്മൾ എന്താ പറയുക ഒരു റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. മനസ്സിലുണ്ട്. ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ടാവും. ചില ആളുകൾ കാണുമ്പോൾ തന്നെ ആ നെഗറ്റിവിറ്റി ഉണ്ടാവും. ഇതൊക്കെ അവർ ക്യാരി ചെയ്യുന്ന എനർജി എന്താണോ ആ സാധനത്തിന് അടുപ്പിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുക നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മുമ്പ് ഒരാളോട് പറഞ്ഞു പോയിട്ട് ഒരു തണുത്ത വെള്ളം ഒരു തണുപ്പില്ലാത്ത നോർമൽ വാട്ടറും വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞു. ഇയാൾ പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? ഒരു കവറിൽ തണുത്ത വെള്ളം വാങ്ങി, നോർമൽ വെള്ളം വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്ത് കവറിലാക്കിയിട്ട് മൂപ്പര് നടന്ന് ഈ വാങ്ങാൻ പറഞ്ഞ ആളെടുത്തെത്തി. അയാൾ മുന്നിൽ ടേബിളിൽ നോർമൽ വാട്ടർ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എടുത്തു കൊടുക്കുമ്പോൾ അത് തണുത്ത്. ഇതിന് കാരണം എന്താ? കൂടെയുള്ള വെള്ളം തണുത്ത വെള്ളമായിരുന്നു. മനസ്സിലുണ്ടോ? അപ്പോൾ ഇത് പോസിറ്റീവ്. തണുപ്പ് എന്ന് പറഞ്ഞ സാധനം കൂടുതലായതുകൊണ്ടാണ് ആ തണുപ്പ് കുറഞ്ഞ സാധനത്തിലേക്ക് എന്ത് ചെയ്ത് മാറിയത്. മനസ്സിലുണ്ടോ? ഇതേപോലെ മറ്റേ വെള്ളം നല്ല ചൂടുള്ള വെള്ളമായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് പോകും? അത് ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ കൂടുതൽ എവിടെയാണോ ആ സാധനം എന്ത് ചെയ്യും? പോവും. നമ്മൾ ഓരോ സാധനം ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളെ എനർജി എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് അത് കുറഞ്ഞു വരും. അതിനെ വീണ്ടും ബൂസ്റ്റ് ചെയ്യുക. പോസിറ്റിവിറ്റി കൊണ്ട് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലത്. നെഗറ്റിവിറ്റി കൊണ്ട് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ്. പിന്നെ ചില ആളുകളുണ്ട് എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. അതാണ് ഒരുപാട് ആൾക്കാരുണ്ട്. അത് ശരിയാവൂല. എന്ത് പറഞ്ഞാലും അതിലൊരു ഇത് കാണില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയാ, നെഗറ്റീവിന്റെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാക്കുക, വേറെ നെഗറ്റീവ് ഉണ്ടാക്കുക. ഞാൻ അതിൽ പോസിറ്റീവ് പറഞ്ഞു കൊടുത്താലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താലും സൊല്യൂഷനിൽ ഒരു എന്ത് കാണുക? പ്രോബ്ലം കാണുക. ആ ഒരു കാഴ്ചപ്പാടിനെ പറ്റി അതിനെപ്പറ്റിയൊക്കെ എന്താ പറയാന്? അങ്ങനത്തെ ആളുകളെ മാക്സിമം നമ്മൾ കണക്റ്റഡ് ആവരുത് എന്നുള്ളതാണ്. ഇപ്പോൾ അത് ചിലപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ടവരാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സുഹൃത്ത് വലയങ്ങളിൽ ആദ്യം ഉണ്ടായി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യണതിൻ്റെ മുമ്പ് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാവും. അത് നമ്മൾ റിയലൈസ് ചെയ്യണോട് കൂടിയിട്ട് അതിനെ നിർത്തേണ്ടടുത്ത് നിർത്തുക എന്നുള്ളതാണ്. അത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പാടുള്ളൂ. ആ ഉള്ളിലേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റിലും നമ്മൾ തന്നെ ഒരു സറൗണ്ടിങ് ഉണ്ടാക്കണം മെൻ്റലി. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം കയറ്റിവിടുക. എല്ലാത്തിനൊക്കെ പുറത്തുനിന്ന് തീരുമാനമാക്കിയിട്ട് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും നന്നാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് ഒന്നുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാണ്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് നിങ്ങളെ മാറ്റാൻ പറ്റില്ല. എനിക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കണം, നിങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളും തീരുമാനിക്കണം അല്ലേ? അപ്പം നമുക്ക് ആരും നന്നാക്കാനും പറ്റില്ല, നമുക്ക് ആരും മോശമാക്കാനും പറ്റില്ല. അതാദ്യം ബിലീവ് ചെയ്യുക. എന്നിട്ട് എനിക്കെന്താണോ ആവശ്യമുള്ളത് ആ സാധനങ്ങൾ നമ്മൾ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ കണക്റ്റ് ആവുക. അപ്പം പഠിക്കണ സമയത്ത് ഹിന്ദി പഠിക്കാൻ മലയാളത്തിൻ്റെ ടീച്ചർ പോയി കണക്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പം നമുക്കറിയില്ലായിരുന്നു ഹിന്ദിൻ്റെ ടീച്ചറോട് സംസാരിക്കണമെന്ന്. അതാണ് കോമൺ സെൻസ്. ആ സാധനം ചെയ്താൽ മതി. നിങ്ങൾ പറഞ്ഞ ടൈപ്പ് ഓഫ് ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആളോട് പോയി കണ്ട് നിരന്തരം കണക്ട് ചെയ്യുന്ന ആ സാധനം നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ തീരുമാനിച്ചാൽ മതി. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ അവസാനത്തെ ചോദിക്കുകയാണ്, ഡ്രീം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരു വിഷൻ ഉണ്ടാവുക, കാഴ്ചപ്പാട്. നമ്മളിപ്പോഴത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ വളരെ മോശമായിക്കാലോ,
പല അവസ്ഥയിൽ കൂടിയും കടന്നു പോകണം. പക്ഷേ നമുക്ക് ആ സിറ്റുവേഷനിൽ ഇരുന്നിട്ടും നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. എന്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാട് അടുത്ത ഒരു ഇത്ര വർഷമാകുമ്പോൾ നമ്മളൊരു എത്തുന്ന ലെവല്, ആ ഡ്രീമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റിനെ പറ്റി എന്താ പറയുള്ളത്? ഡ്രീം അല്ലേ? അപ്പോൾ നിങ്ങൾ സ്കെച്ചല്ലേ? തീർച്ചയായിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ് സ്കെച്ചിന്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, നമ്മളെ വിശ്വാസമാണ്. അള്ളാഹ്ക്ക് നമ്മൾ എന്താ പറയുക, അമൽ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? നന്ദി ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കർമ്മങ്ങളിലൂടെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക അല്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണം? അൾട്ടിമേറ്റ് സ്വർഗം. സോ അതാണല്ലോ നമ്മളെ ലക്ഷ്യം. അതെ അതെ. നിങ്ങൾക്ക് ആ ലക്ഷ്യം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ വിശ്വസിക്കണ്ടായില്ലേ? തന്നെയാണ് വേണ്ടത്. സോ അങ്ങനത്തെ ഒരു ഡ്രീം എന്ന് പറഞ്ഞ സാധനം അതാണ്. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്താണോ വേണ്ടത്, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിൽ വിശ്വസിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള സാധനമാണ് ഡ്രീം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഡ്രീമിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിലില്ലേ? ഇപ്പോൾ അങ്ങനെ ആവായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കായിരുന്നു എന്നുള്ളതുണ്ട്. അതല്ല, പകരം പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം. അപ്പോൾ ഡ്രീം എന്ന് പറഞ്ഞത് എപ്പോഴും നമുക്ക് ഒരു ബാക്ക് ഫയറാണ്. അതിൽ നമ്മൾ എത്രത്തോളം ബിലീവ് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ആ സാധനത്തിലേക്ക് എത്തും. നേരത്തെ പറഞ്ഞില്ലേ, ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ മോശം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ബിലീഫിലേക്ക് നമ്മളെത്തും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ 2007-8 ഒരു എന്താ പറയുക, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒരു കളി കഴിഞ്ഞ് കണ്ട് നിൽക്കുമ്പോൾ റൊണാൾഡോ ഉണ്ട്, പിന്നെ ഫെർഡിനാൻഡ് ഉണ്ട്, സ്കോൾസ് ഉണ്ട്, പിന്നെ റൂണി ആരൊരാളും കൂടി. ഇവരോട് നിങ്ങളെ കാഴ്ചപ്പാടിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചു. കളി കഴിഞ്ഞാണ്ട് പോണ ടൈമിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ബാക്കി 3 ആൾക്കാരും പറഞ്ഞ് മറഡോണ, പെലെ അങ്ങനെയുള്ള ആൾക്കാരാണ്, ഇതിഹാസങ്ങളായിട്ടുള്ള ആൾക്കാരാണ്, അവർ ബെസ്റ്റ് പ്ലെയർ തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷെ അന്ന് റൊണാൾഡോ ഒന്നുമല്ല. അന്ന് റൊണാൾഡോ പറഞ്ഞു ഇറ്റ്സ് മീ എന്ന് പറഞ്ഞു, ഞാനാണ് ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാരെന്ന്. അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവന് ഫസ്റ്റത്തെ എന്ത് ചെയ്ത് ബാലൺ ഡി ഓർ നേടി. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് അവരെ യുഗമല്ലായിരുന്നു, മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും അവർ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോഴും 2025 അവരെന്നെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരെ കണ്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ ബിലീഫ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഡ്രീം. നമ്മൾ എന്താണോ സ്വപ്നം കാണുന്നത്, ആ സ്വപ്നങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലെത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നൂല് പൊട്ടിയ വട്ടന്മാർ ഇങ്ങനെ നടക്കും. നിങ്ങളിപ്പോൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനാണ്. കോഴിക്കോടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് ബിലീഫ് വേണം, നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റും എന്നുള്ളത് അല്ലേ? ആ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകും. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ഡ്രീം ഉണ്ടാകുന്നതിന് പകരം നമുക്ക് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ലൈഫിൽ വേണം, നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നുള്ള ബേണിംഗ് ഡിസയർ ആയിട്ടുള്ള ഡ്രീമുകൾ കണ്ടെത്താൻ പറ്റണം. ദെൻ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനുകൾ നമുക്ക് വരും. ആ സിറ്റുവേഷനൊക്കെ അതിജീവിച്ച് ഇങ്ങനെ പോകുമ്പോൾ അതിലേക്ക് എത്തിപ്പെടും. ആരും ഒരു സുപ്രഭാതം കൊണ്ട് എന്താവില്ല, സക്സസ് ആവില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിർത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച്, ഇതിലും നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ചെറിയ കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഇതൊന്നുമല്ല, ഇത് നമുക്ക് ഒന്നും കൂടി ഇരിക്കണം. ഇൻഷാ അല്ലാ ഒന്നും കൂടി സെറ്റ് ചെയ്ത് ഒന്നും കൂടി ഇരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇനി സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ടൈം നമുക്ക് ഒന്നും കൂടി ഉഷാറായിട്ടിരിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇൻഷാ അല്ലാ താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനി കാണാം. തീർച്ചയായിട്ടും.